Hi friends, welcome to Shameeskitchen kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു നാടൻ ചക്കപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ചക്കപ്പുഴുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചക്കയെല്ലാം ഈ ഒരു രീതിക്ക് ഒന്ന് നീളത്തിലായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മെഷറിംഗ് കപ്പിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ചക്ക മാത്രമായിട്ട്. അതുപോലെ തന്നെ ഒരു 7-8 ചക്കക്കുരുവും കൂടി ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തേക്കണം. അത്രയും മാത്രം മതിയാവും, കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ചക്കക്കുരു കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് ഒരു 1/4 കപ്പോളം അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പില്ലാതെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അടച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഈ ചക്ക എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാകും കേട്ടോ. ഈ ഒരു സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 6ഓളം ഉണ്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം നമുക്ക് കാന്താരി മുളകും ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സാധാരണ പച്ചമുളകും ചേർക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാവുന്നതാണ്. ഇത് ഇച്ചിരി എരിവുള്ള മുളക് തന്നെയാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 6ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആകണമെന്നില്ല, എന്നാലും ഫൈനായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിക്ക് ചെറിയ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ ചക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചക്കയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചക്കപ്പുഴുക്കിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് ആവിയിൽ വേവിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വേണം വെക്കാനായിട്ട്. എന്നാൽ ശരി, ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെയൊന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കപ്പുഴുക്ക് നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ല കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഇതൊന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഞാനപ്പോൾ അങ്ങനെ കുഴച്ചല്ല ഇത് എടുക്കുന്നത്, ഈ ഒരു രീതിക്ക് തന്നെയാണ് എടുക്കുന്നത്. ഫൈനലി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടിയാണ്. ആ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനോടൊപ്പം സൈഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു മീൻകറിയോ അല്ലാന്നുണ്ടെങ്കിൽ പുളിയും മുളകും തിരുമിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.